മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി അർജുൻ ആയങ്കി തിരുവനന്തപുരം കേന്ദ്രീകരിക്കുകയാണ്. ഇയാളുമായി സൗഹൃദം പാടില്ലെന്നും ഒരു തരത്തിലുള്ള പ്രോത്സാഹിപ്പിക്കരുതെന്നും പ്രവർത്തകർക്ക് CPM നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. AKG സെന്റർ അക്രമക്കേസിലെ പ്രതിയും അർജുനും ഒരുമിച്ച് മദ്യപിക്കുന്ന ദൃശ്യങ്ങൾ CPM നേതാവ് IP ബിനു ഇന്നലെ അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടിരുന്നു. എന്തായാലും വലിയ ചർച്ചയാവുകയാണ് ഈ നീക്കം. VV അരുൺ ചേരുന്നു. അരുൺ, CPMന്റെ സമൂഹ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന അല്ലെങ്കിൽ CPMന് വേണ്ടി സമൂഹ മാധ്യമങ്ങളിൽ വാദിച്ചിരുന്ന പലരും പ്രതിക്കൂട്ടിലായിട്ടുണ്ട്. പിന്നീട് ആ ഒരു ഘട്ടം നമ്മൾ മുമ്പും കണ്ടിട്ടുള്ളതാണ്. ഇന്നലെ IP ബിനു ഇട്ട ഈ പോസ്റ്റിന് മറുപടിയായി അർജുൻ ആയങ്കി വാദിക്കുന്നത്, ഞാനിപ്പോൾ പാർട്ടിയുടെ ഭാഗമല്ല, അതിനാൽ എനിക്ക് ഇത്തരം നിലപാടെടുക്കണം, പാർട്ടിയെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടി താൻ പാർട്ടിയുടെ ഒരു തരത്തിലുള്ള ഓൺലൈൻ ഷെയറിങ്ങും ഇപ്പം നടത്തുന്നില്ല, അതുകൊണ്ട് താൻ സ്വതന്ത്രനാണ് എന്നതാണ് അർജുൻ ആയങ്കിയുടെ വാദം. യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ്? CPM അണികൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്താണ്? സൈത്ത് അർജുൻ ആയങ്കി കണ്ണൂരിൽ CPMന്റെ DYFIയുടെ പ്രാദേശിക പ്രവർത്തകനായിരുന്നു. സൈബർ ഇടങ്ങളിലെ വലിയ പോരാളിയുമായിരുന്നു. പലപ്പോഴും CPM പ്രതിരോധത്തിലാവുമ്പോഴൊക്കെ സൈബർ ഇടങ്ങളിൽ പാർട്ടിക്ക് വേണ്ടി രംഗത്ത് വന്നിരുന്നയാളാണ്. പിന്നീട് ഇയാളുടെ ബന്ധങ്ങൾ CPM തിരിച്ചറിയുന്നു. ഇയാൾക്ക് സ്വർണ്ണക്കടത്ത്, സ്വർണ്ണം പൊട്ടിക്കൽ സംഘങ്ങളുമായി ബന്ധമുണ്ട്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി CPM പ്രതിരോധത്തിലായി. അതിനെ തുടർന്നാണ് ഇയാളെ CPM DYFIയും ഒക്കെ തള്ളിപ്പറഞ്ഞത്. പിന്നീട് ഇയാൾ സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിയായി ജയിൽ കിടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് അയാൾ പ്രവർത്തന കേന്ദ്രം തലസ്ഥാനവും എറണാകുളവും മാറ്റുന്നു എന്ന വിവരമാണ് പോലീസ് നൽകുന്നത്. കഴിഞ്ഞ ആഴ്ച കഴക്കൂട്ടത്ത് കുളത്തൂരിൽ ഒരു SFIയുടെ മുൻ നേതാവിന്, അയാളും ചില കേസുകൾ കാപ്പ കേസ് അടക്കം പ്രതിയാണ്, SFIയുടെ മുൻ ഏരിയ ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന ആളുടെ വീട്ടിൽ നിന്ന് ഇയാളെ പോലീസ് കസ്റ്റഡി എടുത്തു, കരുതത്തടങ്കിൽ വെച്ചിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ വീഡിയോയും പുറത്തു വരുന്നത്. CPMന്റെ DYFIയുടെ മുൻ നേതാവും CPMന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും കൂടിയ വിനു IP ആണ് ഇന്നലെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഈ വിവരം പുറത്തുവിട്ടത്. അയാൾ AKG സെന്റർ ആക്രമണ കേസിലെ പ്രതികൾക്കൊപ്പം ഒരു കള്ളുഷാപ്പിലിരുന്ന് മദ്യപിക്കുന്ന ദൃശ്യങ്ങളാണ് ബിനു IP പുറത്തുവിട്ടത്. അതിൽ SFIയുടെ മുൻ നേതാവുമുണ്ട്, ജിതിൻ എന്ന AK സെന്റർ ആക്രമണ കേസിലെ പ്രതിയും യൂത്ത് കോൺഗ്രസ് നേതാവുമായ ആളുമുണ്ട്. അതിനെ ചൊല്ലി ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ തന്നെ ബിനു IP അർജുൻ ആയങ്കിയുമായി ചില തർക്കങ്ങളുമൊക്കെ ഉണ്ടായി. ഏതായാലും CPM ഇത് വലിയ ഗൗരവത്തോടെ കാണുന്നുണ്ട്. കാരണം അർജുൻ ആയങ്കി തലസ്ഥാനം കേന്ദ്രീകരിക്കുന്നു. ഇയാൾക്ക് CPMന്റെ സൈബർ ഫോളോവേഴ്സിനിടയിൽ വലിയൊരു വീരപരിവേഷമൊക്കെ ഉണ്ട്. അത് മുതലെടുത്തുകൊണ്ട് ഇയാൾ സഖാക്കളുമായി ചങ്ങാത്തം കൂടാൻ ശ്രമിക്കുന്നു. അത് ശ്രദ്ധിക്കണമെന്നാണ് CPMന്റെ മുതിർന്ന നേതാക്കൾ തന്നെ നിർദ്ദേശം നൽകുന്നത്. ഇയാൾ കുറച്ചു നാൾ മുമ്പ് കേരള യൂണിവേഴ്സിറ്റിയുടെ ഹോസ്റ്റൽ കേന്ദ്രീകരിച്ചിരുന്നു, അവിടെ താമസിച്ചിരുന്ന വിവരമൊക്കെ CPM നേതാക്കൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് അവിടെ എക്സൈസ് റെയ്ഡൊക്കെ ഉണ്ടാകുന്നത്. ഏതായാലും അത്തരം കാര്യങ്ങൾ കൂടി ഇപ്പോൾ CPM ജാഗ്രതയോടെ കാണുകയാണ്. ഒരു തരത്തിലും ഇയാളെ അടുപ്പിക്കുന്ന നിർദ്ദേശമാണ്, പ്രോത്സാഹിപ്പിക്കുന്ന നിർദ്ദേശമാണ് നേതൃത്വം നൽകുന്നത്. അർജുൻ ആയങ്കി താനിപ്പോൾ ഒരു പാർട്ടിയിലും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് മറുപടിയുമായൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ തന്നെ രംഗത്ത് വരുന്നുമുണ്ട്. ഏതായാലും ഇത്തരം സൈബർ പോരാളികൾ സൂചിപ്പിച്ച പോലെ പലപ്പോഴും CPM തലവേദനയായി മാറിയിട്ടുണ്ട്. ഇപ്പോഴും അത്തരം ഒരാളായിരുന്നു അർജുൻ ആയങ്കിയും. അവിടെ പൂർണ്ണമായും പാർട്ടി തള്ളിപ്പറയുമ്പോഴും അയാൾക്ക് വലിയൊരു ആരാധക വൃന്ദം ഈ CPMന്റെ സൈബർ അണികൾക്കിടയിലുണ്ട് എന്നത് വസ്തുതയാണ്. അത് മുതലെടുത്ത അയാളുടെ DYFI SFI പ്രവർത്തകർക്കിടയിലൊക്കെ ഉണ്ട് എന്നാണ് CPM ഇപ്പോൾ നേതാക്കൾ തന്നെ ഇപ്പോൾ രഹസ്യമായി സമ്മതിക്കുന്നത്. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും ഈ അർജുൻ ആയങ്കി തലസ്ഥാനം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ, നേരത്തെ ഒരു പോലീസ് റെയ്ഡിനിടയിലാണ് അർജുൻ ആയങ്കിയെ ഇവിടെ കഴക്കൂട്ടത്തിന് സമീപം ഒരു വീട്ടിൽ നിന്നും കാണുന്നത്. അർജുൻ ആയങ്കിയെ ഇതിന് പിന്നാലെയാണ് ഈ മറ്റൊരിടത്തു നിന്ന് മദ്യപിക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വരുന്നത്. എന്തായാലും CPM അണികൾക്കിടയിൽ വലിയ തരത്തിൽ ചർച്ചയാവുകയാണ്. കാരണം പഴയ സോഷ്യൽ മീഡിയ പോരാളിയാണ് അർജുൻ ആയങ്കി, പിന്നീട് CPM തള്ളിപ്പറഞ്ഞിട്ടുണ്ട് എന്നതുകൂടി വസ്തുതയാണ്. അതുകൊണ്ട് ആ തരത്തിലാണ് CPM നടക്കുന്നത്.